അങ്ങനെ ബ്ലേസിൻ്റെ ആ ഒരു സ്പോണറൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു റൂമൊക്കെ ഉണ്ടാക്കി വെച്ചു, സെറ്റാക്കി. ഇപ്പോൾ അവിടെ നല്ല സേഫായിട്ട് നമുക്ക് അവിടെ നിന്ന് കൊല്ലാൻ പറ്റും അവന്മാരെ. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇന്ന് അവന്മാരെ എല്ലാവരും ഇന്ന് തീർക്കണം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ പറ്റുമെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോകും ഗൈസ്. എന്നിട്ട് കൊല്ലും നമ്മൾ. ഓക്കെ, ഇവിടുന്ന് ഓടിപ്പോവും. ഇവിടുന്ന് അധികം നല്ല 500 ബ്ലോക്ക് അങ്ങോട്ട് ദൂരം ഉണ്ട് കേട്ടോ. 500-600 ബ്ലോക്ക് ദൂരം ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കുറേ ദൂരം വരണമായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കുറേ ദൂരം പോകണമായിരുന്നു. മൊത്തം കൂടെ കുറേ ദൂരം ഉണ്ട് എന്തായാലും. ഇത് ഒരു ഡെൽറ്റയിലാണ് നമ്മുടെ ഫോർട്രസ് ഇരിക്കുന്നത്. അതെ, നമ്മൾ ഫോർട്രസിൻ്റെ ഉള്ളിലോട്ട് കടക്കുകയാണ്. നമ്മുടെ ഫോർട്രസ് ആണ് ഗൈസ്. അവന്മാർ സ്പോണായി. ഇപ്പം എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഒന്നെങ്കിൽ ഇവിടുന്ന് നമ്മളുടെ ഈ ഒരു ബോ വെച്ച് ഇവിടുന്ന് അങ്ങ് അടിക്കും. ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളെ. ഇവരൊന്നും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ഗൈസ്, ഇതാണ് എൻ്റെ പരിപാടി ഇവിടെ. അതുകൊണ്ട് അവന്മാർ തീ കത്തത്തേ ഉള്ളൂ. ഉയ്യോ അടിച്ചടിച്ച് അല്ലല്ലല്ല പൊന്നോ. അപ്പം വിചാരിച്ചൊന്നും നടന്നില്ല കേട്ടോ. അമ്മ അടിക്കാൻ പറ്റും എന്തായാലും. ഓക്കെ, അമ്മ ഇത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അമ്മരെ കൊല്ലം നോക്കാം പതിയെ. പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ അമ്മ അധികം അടിച്ചില്ല കേട്ടോ. എന്താ അറിയില്ല, ഞാൻ 2 എണ്ണത്തിനെ കൊന്നവിടെ. ഇങ്ങോട്ട്. ഓക്കെ, 2 എണ്ണത്തിനെ അങ്ങോട്ട് ഞങ്ങൾ കൊന്നു. വരുന്നവരൊക്കെ കൊല്ലണം, ഇവർ കൊല്ലണം. ഞങ്ങൾ ഇതെൻ്റെ കില്ലിങ് ചേമ്പറായി ഗൈസ്. അടിപൊളി. ഒന്ന് കൊണ്ടു. കുറച്ചങ്ങോട്ട് നീങ്ങ്. ചവല്ലേ, എത്തില്ല. ഇതിനാണ് ഞാൻ ബോ കൊണ്ടുവന്നത്. പക്ഷെ ബോ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഇവർക്ക് ബോ കൊള്ളൂലേ? കൊണ്ടു. ബോ ഓവർ പവർഡാണ് കേട്ടോ. ജസ്റ്റ് വിചാരിക്കുന്നു. ചേടാ പോയി. പക്ഷെ ബോ ഓവർ പവർഡാണ്. ചേടാ അവന് കൊണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഒരിടത്തും കാണും. അധികം എടുത്ത് നിൽക്കുന്നത് തീർക്കണോ? മാറി പോകാതെ ബ്രോ. പക്ഷെ ഞാൻ എൻ്റെ ലൂട്ട് എങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. ഹിറ്റ് ആക്കിയിട്ട് 6 അടിച്ച് ഒറ്റടി കൂടി. അവനെയും കൊന്നു. പക്ഷെ അതിൽ നിന്ന് ദൂരം കിടക്കുന്നു. പക്ഷെ എനിക്കിതിലേക്കൂടെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഒന്ന് പോയി എടുക്കട്ടെ കേട്ടോ. എടുത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്താൽ വരുന്നത്. സാധനം ബ്ലേസ് റോഡ് എടുത്തു. അയ്യോ പിന്നെ സ്പോണോ മാര്. ഞാൻ ഇപ്പോൾ ഡെഡാവണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫുഡ് കഴിച്ച് ഹീൽ ചെയ്തിട്ടുണ്ട്. അവന്മാർ ഇങ്ങനെ ഇപ്പോൾ കൊല്ലും. പിന്നെ ഈ സ്ലാബിനടുത്ത് മാറ്റി കൊടുത്തു. എങ്ങനെയിപ്പോൾ കൊല്ലും. അടി. ഒരുത്തനെ കൊന്നിട്ടുണ്ട്. അവൻ്റെ ബ്ലേസ് റോഡ് അവിടെ കളിക്കുന്നു. ഷൂട്ടി അടിക്ക്. ഇത് പിന്നെ വരുന്നു. അയ്യോ, ഈ സംഭവം എടുക്കാൻ എനിക്ക് ഇച്ചിരി എപ്പോഴും പാടാട്ടോ. അയ്യോ. ഓക്കെ, എവിടെ ബോയ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇവന്മാരെ. വാട ഇങ്ങോട്ട്. കൊള്ളു. ഒരുത്തൻ ചത്തു. നീ കൂടെ ചാവോ മേ. ഒന്ന് താഴാവോ? ചത്തു. ഒന്ന് പൊങ്ങോ താഴോ എന്തെങ്കിലും ചെയ്യും. കൊള്ളില്ല. കൊള്ളു. ഇതങ്ങോട്ട് കൊള്ളുന്നില്ല. ഓക്കെ കൊള്ളും. ഇത് കൊള്ളും. അവനെ കൊന്നു. അടിപൊളി. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് പോയി എടുക്കാമല്ലോ അല്ലേ? പിന്നെ പോണേ. എന്ത് ഞാനിപ്പോൾ എങ്ങനെ എടുക്കാൻ കഴിച്ചേ? കൊണ്ടില്ല. ഷിഫ്റ്റ് മാറ്റല്ലേ. ഷൂട്ടി. ഒന്നുകൂടെ. കൊണ്ടു. ഇനിയും പെട്ടെന്ന് എടുക്കാൻ വേറെ വഴിയില്ല. പെട്ടെന്ന് എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബ്ലോഗ് അങ്ങ് മാറ്റിയാലോ എടുത്ത്. മറ്റേ ഇങ്ങോട്ട് വരൂലായിരിക്കുമല്ലോ. പോയി
എടുത്ത് 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 ഓക്കെ. ഓനോ ഓനോ ഓ ഓ രക്ഷപ്പെട്ടു. മാർക്കോ മാർക്കോ എൻ്റെ പൊന്നോ എടാ ഇത് എന്തൊരു. ഓക്കെ 7 കിട്ടി. ഇത്രയും തന്നെ മതി നമുക്ക്. ഓക്കെ അയ്യോ കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് നിന്നപ്പോൾ 7 കിട്ടിയിട്ടുണ്ട് അവസാനം. ആരും എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാനങ്ങ് പോവാണേ. ആരും ഷൂട്ട് ചെയ്യില്ല. അമ്മ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ചിലപ്പോൾ ഇറങ്ങി വരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നെതറാക്ക് വെച്ച് അവിടെ അടയ്ക്കാം. ഇതൊക്കെ മാറ്റി വെക്കണം. അയ്യോ കുറച്ചും കൂടെ. എൻ്റെ മെൻഡിങ്ങുള്ള പിക്കാക്സ് മെൻറ്റായി കേട്ടോ, ഫുള്ള് മെൻറ്റായി. അതിപ്പോഴാണ് ശ്രദ്ധിച്ചേ. ഓക്കെ നമുക്ക് ഇനി ഇതങ്ങ് അടയ്ക്കണമല്ലോ. അയ്യോ പൈസ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരല്ലേ ബ്രോ. ഇതിന് ഇതങ്ങ് അടച്ചു വെക്കാം. ഓക്കെ ഞാൻ അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ബ്ലോക്ക് കൂടെ കളക്ട് ചെയ്യാം. ഓക്കെ ഒരു ബ്ലോക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കത് അവിടെ വെക്കണം. അതിപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് ഭയങ്കര ഹാർഡാണ് ഈ ഇത് വെക്കാനൊക്കെ. അപ്പം നയന് പ്ലേസ് ചെയ്യുക, ഇത് പൊട്ടിക്കുക, നയന് ഞെക്കുക, വെക്കുക. വെച്ച് ഓക്കെ ഒരു ബ്ലോക്ക് അപ്പുറത്ത് പോയി കാണും, അത് പോട്ടെ, അതല്ലേ നമുക്ക് കാര്യം. നമുക്കിനി ഓനോ വെക്കവിടെ ബ്ലോക്ക്. എടാ പൊട്ടാ ഡിർട്ട് അവിടെ വെച്ച് കൊടുക്കണം. എനിക്ക് ആ പൊട്ടാൻ പറ്റും. ഇങ്ങോട്ട് വരും. ഞാൻ പെട്ട്. അവരാരും ഇങ്ങോട്ട് വരുന്നില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാം. ഞാൻ പിന്നെപ്പോഴെങ്കിലും ശരിയാക്കാതെ ഇപ്പോഴത്തെ ഫോട്ടോസ് അടച്ചു വെക്കാം. എൻ്റെ പൊന്നു. എന്തായാലും നമ്മൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. ഇതാ വരുന്നേ ഗൈസ്, ഞാൻ അങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലെത്തിയിട്ട് ഓക്കെ നമുക്കിനി ഈ ബ്ലേസ് റോഡ് വെച്ച് മറ്റേ ബ്ലേസ് പൗഡർ ഉണ്ടാക്കി അത് വെച്ച് നമുക്ക് മറ്റേ IO-ഫണ്ടർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതാണ് ചെയ്യേണ്ടത്. അയ്യോ അറിയാതെ F5 മാറി ഞെക്കില്ല കേട്ടോ. ഓക്കെ ഇതിപ്പോൾ ഞാൻ ഒരു എൻട്ര ചെസ്റ്റ് ഇന്നലെയും ഉണ്ടാക്കി വെച്ചു. ഇതിനകത്ത് 2 IO-ഫണ്ടർ ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എറിഞ്ഞ് നോക്കിയപ്പോൾ എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ 12 എണ്ണം നമ്മളിൽ ഉണ്ട് ഓൾറെഡി. ഓക്കെ നമുക്കപ്പോൾ ഇനിയും ഇതിങ്ങെടുത്തിട്ട് നമുക്ക് ഇനിയും ഫുള്ളങ്ങ് IO-ഫണ്ടർ ആക്കാം. അപ്പോൾ ഞാൻ ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നില്ലെന്നും. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി ആക്കാം. ഇത് 2 4 6 8 10. ഓക്കെ 2 ബാക്കി വരുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കിത് മൊത്തം അങ്ങ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ മൊത്തം ഉണ്ടാക്കണ്ട ഗൈസ്, നമുക്കൊരു 2-3 കൂടെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ 5 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കൊണ്ട് ഈ കൊച്ചിനെപ്പോഴും ഗൈസ് ഇവിടെ വന്നേ. ഓക്കെ എന്തായാലും നമുക്ക് ഇത് മൊത്തം അങ്ങ് വെക്കാം. ഈ 7 എനിക്ക് ഇന്ന് നമുക്ക് ഈ ബ്രൂവിങ് സ്റ്റാൻഡ് കുറേ നാളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 2 ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതെവിടെ? ഒരു ബ്രൂവിങ് സ്റ്റാൻഡ് കൂടി ഇവിടെ എവിടെയെങ്കിലും കാണുകയെ. ഞാൻ അത് കൊണ്ടുവന്നതാണെന്ന്. ഓക്കെ അപ്പോൾ അത് എടുത്ത് നമുക്ക് ഇതിനൊരു സംഭവം ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇതിനകത്തായിരിക്കും. ഈ ഒരു പിടിക്കത്തും ഇല്ലേ ഗൈസ്? എന്തിയാ ബ്രൂവിങ് സ്റ്റാൻഡ് അങ്ങോട്ട് ഞാൻ വെച്ച് മറന്നു ആവോ. ഇന്നറിയിലൊന്നുമില്ല. ഓക്കെ ഇതുണ്ടോ? ഇതിനകത്തുണ്ടോ? ഓക്കെ അതിനകത്തില്ല. അപ്പോൾ അത് എവിടെ ആയിരിക്കും ഗൈസ്? ഇതിനകത്താണോ? ഓക്കെ അല്ല, സ്പെഷ്യൽ ഐറ്റംസിനകത്ത് സ്പെഷ്യൽ ഐറ്റംസ് ഇതിനകത്തും ഇല്ല. ഇതിനകത്ത് നോക്കിയതാണ്. എടാ ഉണ്ടായിരുന്നടാ, എന്തിയത്? ഓനോ ഇതിനകത്ത് ഉണ്ടായിരുന്നേ, എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഓടി ചേടാ ഓനോ. ഗൈസ് എനിക്ക് തോന്നുന്നത് പോയെന്ന്. ഇന്നാളെ എന്തോ എക്സ്പ്ലോറൊക്കെ ആയി. പക്ഷേ ഇവിടെ പൊട്ടിത്തെറിച്ചില്ലേ, അത് മതി. പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പോയെന്ന്. പെട്ടു. ഇനി എന്ത് ചെയ്യും? പുതിയൊരെണ്ണം ക്രാഫ്റ്റ് ചെയ്താൽ പോരെ? പുതിയൊരെണ്ണം ക്രാഫ്റ്റ് ചെയ്യട്ടോ നമുക്ക്. അപ്പോൾ അതിന് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു വേണ്ടേ, അതോ കൊബിൾ സ്റ്റോൺ ആണോ? എന്തായാലും 2 എടുക്കാം. സ്മൂത്ത് സ്റ്റോൺ ആവരുതെന്നേ ഉള്ളൂ എനിക്ക്. അതെൻ്റെ കയ്യിൽ ഇനി ഇല്ല അധികം. അത് സ്മൂത്ത് സ്റ്റോൺ ആവരുതെന്നേ ഉള്ളൂ. നോക്കട്ടെ കേട്ടോ.
ഇവിടെ കാണും. സോറി തെറ്റിപ്പോയി. ഈ സംഭവം കൂടെ വേണം. ഒരു ബ്ലേസ് റോഡും വേണം. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ടുണ്ടാക്കാം. നാളെ എൻ്റർ ഡ്രാഗനെ കൊല്ലണ്ടയാണ് നമുക്ക്. അതേ കിടക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഡ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കാം. എവിടെ? അതെ. അതിന് കോബിൾ സ്റ്റോൺ ആയിരുന്നു കേട്ടോ, എനിക്ക് തോന്നി. ഓക്കെ, ഇതിനി ഇവിടെ വെക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ബ്രൂ ചെയ്യാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വാട്ടർ ബോട്ടിൽ വേണം. ഇൻവിസിബിലിറ്റി പോഷൻ ഇന്നാളെ എനിക്ക് ഒരാൾ കൊണ്ട് തന്നായിരുന്നു. മറ്റേ വാണ്ടറിങ് ട്രെയിനർ അവൻ കൊണ്ട് തന്നായിരുന്നു. എടാ എൻ്റെ കയ്യിൽ ബോട്ടിലില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ പോയി കുറച്ച് ബോട്ടിൽ ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവേ. ഇതാ വരുന്നേ. കാര്യം ഓർക്കുന്നത് സംഭവം നമുക്കിത് മാത്രം പോരാ, നമുക്ക് ഇനിയും ഒരു സാധനം കൂടെ വേണം. നെതർ ബാർട്ട് എന്ന് പറഞ്ഞ് ആ സാധനം എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സാധനം വേണം. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ബ്രൂ ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്തായാലും ഇന്ന് ഒരു വീടുണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീടുണ്ടാക്കണം. അപ്പോൾ ആ വീട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സംഭവം ഞാൻ തപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് വേൾഡിൽ പോയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇതാ വരുന്നത് കേട്ടോ. ഓക്കെ, നടക്കൂലടാ, ഒന്നും മര്യാദയ്ക്ക് വരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഓനോ എൻ്റെ ഇൻവെൻട്രിയും ഫുള്ളായെന്ന് തോന്നുന്നു ഗൈസ്. ഫുള്ള് പണിയിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ഐ വരയ്ക്കാൻ നോക്കിയതാണ്, പക്ഷെ ഒന്നും വർക്കാവില്ല. അങ്ങോട്ട് നല്ലപോലെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും നടക്കൂലെന്ന്. ഞാൻ കുറേ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചതാണ്, പക്ഷേ അങ്ങോട്ട് വർക്കാവുന്നില്ല ഗൈസ്. ഇതങ്ങോട്ട് നമ്മളെ ഈ ഒരു അങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് മര്യാദയ്ക്ക്. ഇതെന്താ ഇങ്ങനെ? മാറി. ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. എന്നോ എനിക്ക് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാൻ. അതാണ് ഞാൻ വിചാരിച്ചത് ഇതുവെല്ലാം ഉണ്ടാക്കാമെന്ന്. എന്നാൽ ഈ ഉള്ള സമയം ചുമ്മാ കളയണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എൻ്റെ ബേസല്ല, എനിക്ക് മറ്റേ ആ സംഭവം ഉണ്ടാക്കി വെക്കാം. എന്തെന്ന് മനസ്സിലായി? നമ്മുടെ എടാ ഞാൻ എന്ത് കാണിക്കുന്നത്? എടാ ഇത് ഞാൻ വെച്ചല്ല കേട്ടോ, ഇത് ചമ്മ വരുന്നതാണ്. ഓക്കെ, ഞാൻ മറ്റേ സംഭവം ഉണ്ടാക്കാം. പ്രോജക്റ്റ് ബോർഡ് അതുണ്ടാക്കാം. അത് ഇപ്പോൾ എല്ലാം നടക്കത്തുള്ളൂ. ഇവിടെ ഇത് വേറൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊക്കെ നമുക്കെടുത്ത് വെക്കാം. ഓക്കെ, ഇത് ഒന്നും വരുന്നില്ല അങ്ങോട്ട് മര്യാദയ്ക്ക്. ഓക്കെ, എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതും കിട്ടി കേട്ടോ, ഗൺ പൗഡർ 2 കിട്ടി. ഒരു ക്രീപ്പർ വന്നപ്പോൾ അവനെ ഞാൻ ഒറ്റടി അടിച്ചാണ്. അവൻ പോയി അങ്ങ് റെഡായി. എന്നിട്ട് എനിക്ക് ഗൺ പൗഡറും കിട്ടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ടതെല്ലാം സെറ്റാക്കാം. മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാളത്തേക്ക് നമ്മൾ അവനെ കൊല്ലാൻ പോലും. അപ്പോൾ കൊല്ലാൻ പോകുമ്പോൾ സെറ്റാക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാക്കാം. നമുക്ക് ഫുള്ള് അടിപൊളിയാവാനായിട്ട് ഫുള്ള് ടൂൾസും ആർമറും ഒക്കെ ആവണ്ടേ. സോറി, ടൂൾസും ആർമറിന്ന് നമ്മളുടെ ഗൈസ് പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കാം. അത് മാത്രമല്ല റോക്കറ്റ് ഉണ്ടാക്കാം. അതൊക്കെ ഉണ്ടാക്കാം ഗൈസ് നമുക്ക്. എന്നാൽ പിന്നെ എൻ്റെ ആകെ ഈ 17 ഗൺ പൗഡറേ ഉള്ളൂ. എങ്ങനെ റോക്കറ്റ് ഉണ്ടാക്കാനാണോ? എന്തായാലും കേട്ടോ, റോക്കറ്റ് അത് നമുക്ക് ഉണ്ടാക്കാം എന്തായാലും. ഇത് ഇവിടെ വന്നാൽ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രോജക്റ്റ് ബോർഡ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വേറെ വഴിയില്ല. അപ്പോൾ റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. റോക്കറ്റ് എടാ, ഗൺ പൗഡർ എടുത്തല്ലേ, പിന്നെന്താ റോക്കറ്റ് കാണിക്കുന്നില്ല? ഇതിവിടെ ഇരിക്കണം. ഓക്കെ, റോക്കറ്റ് 20 സംതിങ് എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതവിടെ വെച്ചിട്ട് ഇത് രണ്ടും എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഗൺ പൗഡർ വെക്കാം. ഇപ്പം ഞാൻ ഗൺ പൗഡർ വെക്കുമ്പോൾ എനിക്ക് ഡ്യൂറേഷൻ 1 കാണിക്കും ഗൈസ്. ഇതുണ്ടോ, ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 1. ഇനി ഞാൻ അത് ഇങ്ങോട്ട് വെച്ചാൽ അത് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 2 ആവും. അത് ഞാൻ നേരെ ഇങ്ങോട്ട് വെച്ചാൽ അത് നേരെ ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 3 ആവും. പക്ഷെ നമുക്ക് ഇപ്പോഴത്തേനും ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 1 മതി. നമ്മുടെ കയ്യിൽ അതിനുള്ള റോക്കറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഇത് മൊത്തം അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. അതിൻ്റെ ഓഫ് ഹാൻഡ് വന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്താ പോകാത്തത്? അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഇത് കറക്റ്റ് ഓഫ് ഹാൻഡ് വന്നു. ഈ സാധനമൊക്കെ ഓഫ് ഹാൻഡ് വരുമോ?
ആരോ ഓഫ് ഹാൻഡി വരും ഗൈസ്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ആരോ ഓഫ് ഹാൻഡി വരും. ഇതെനിക്ക് ഓഫ് ഹാൻഡി വരും നേരത്തെ അറിയാൻ ചെറുതായിട്ട്, പക്ഷേ ആരോ ഓഫ് ഹാൻഡി വരും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഗൈസ്. ഓക്കെ, എന്തായാലും അത്രയായി. പ്രിപ്പയർ ചെയ്യാം നമുക്ക് നാളത്തേക്കിനുള്ളതൊക്കെ. ബെഡ് ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ, നൈറ്റായി. ഞാൻ എന്തായാലും ഇത് വേസ്റ്റ് ചെയ്യുന്നില്ല, ചുമ്മാ എന്തെല്ലാം നാളെ ഡെഡാവും ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനുണ്ട്. എൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ബേസ് ഉണ്ടാക്കാനൊന്നുമല്ല, ഇവരൊരു മിഡീവൽ വില്ലേജ്, അതാണ് എൻ്റെ ഒരു ഐഡിയ വരുന്നത്. പിന്നെ എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ ഒരു വീട് മൊബൈലിലോട്ടൊന്ന് മാറ്റി സംഭവം റെക്കോർഡായെന്ന് തോന്നുന്നില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് റെക്കോർഡൊന്ന് ഓഫായിപ്പോയി. പക്ഷെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഈ സൈഡിലായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.